പത്മകുമാറിനെ വീണ്ടും റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. 14 ദിവസം കൂടി റിമാൻഡ് കാലാവധി നീട്ടിയിരിക്കുകയാണ്. പക്ഷെ എന്നിട്ടും CPM ഇപ്പോഴും ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇങ്ങനെ പത്മകുമാറിനെ സംരക്ഷിക്കുന്നത് കൊണ്ട് ഈ പറയുന്ന CPM-ന് എന്ത് ഗുണമാണ് ഉണ്ടാവാൻ പോകുന്നത്? അതിനപ്പുറത്തേക്ക് പത്മകുമാറിനെതിരെ ഒരു നടപടിയെടുക്കാൻ ഈ പറയുന്ന നമ്മുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും CPM പാർട്ടിക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ ഇനി ഭയമായിട്ടായിരിക്കുമോ പ്രത്യേകിച്ച് ഒരു തീരുമാനവും എടുക്കാതെ പത്മകുമാറിനെ ഇന്നും സംരക്ഷിച്ചു പോകുന്നത്? പത്മകുമാറിനെ സംരക്ഷിക്കുന്നൊന്നുമില്ല ഈ CPM എന്ന് പറയുന്ന പാർട്ടി. പക്ഷെ തള്ളിക്കളയുന്നുമില്ല. തള്ളിയിട്ടുണ്ട്, എന്നേ തള്ളിയിട്ടുണ്ട്. പത്മകുമാറിനെ തള്ളിയത് സംസ്ഥാന സമ്മേളനം കഴിഞ്ഞപ്പോൾ തന്നെ പാർട്ടി തള്ളിക്കളഞ്ഞു. അതായത് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടന്നല്ലോ ഇത്തവണ. അപ്പോൾ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞപ്പോൾ തന്നെ പത്മകുമാർ എന്ന് പറയുന്ന നേതാവ് അതിര് വിട്ടു. അതായത് CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് ഒരു ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നാൽ അങ്ങേയറ്റം ഒരു ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണെങ്കിലും പാർട്ടിയുടെ ചില നിബന്ധനകളുണ്ട്. ഇപ്പം ഞാനിതൊക്കെ പറയുമ്പോൾ ഏത് പാർട്ടി, എന്ത് പാർട്ടി, ഒലക്കരമുട്ടിലെ പാർട്ടി എന്ന് സാധാരണ ജനം പറയും. സത്യമാണ്, അതെല്ലാം പോയി. ആ സംഘടനാ രീതി, സംഘടനാ തത്വമൊക്കെ ഈ പാർട്ടിക്ക് എന്നേ നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഇടത് ചിന്തകരൊക്കെ തന്നെ പറയുന്നത് ഈ പാർട്ടി ഇനി ഭരണത്തിൽ വരരുത്. അതെ, തീർച്ചയായിട്ടും. ചങ്ങാത്ത മുതലാളിമാരുള്ള ഈ പാർട്ടിക്ക് ഇനി എന്ത് പാർട്ടി? ഞാനിത് പറയുമ്പോൾ സബ്ജക്ട് ടു കറക്റ്റ് എന്ന് തന്നെ ഞാൻ പറയുവാണ്, ക്ഷമിക്കുക പ്രേക്ഷകർ. അപ്പോൾ അങ്ങനെയുള്ള അതെല്ലാം ഈ പറയുന്ന പോലെ, ഈ വരട്ട് തത്വവാദം പറയുന്ന പോലെ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ജയിക്കാനായിട്ട് എന്തടവും അവർ പറയും. ബഹുമാനപ്പെട്ട ഗോവിന്ദനോട് ചോദിക്കണം, നിങ്ങൾ എന്തുകൊണ്ട് പുറത്താക്കില്ലെന്ന് വെച്ചാൽ വരട്ടെ, കുറ്റപത്രം വരട്ടെ, കുറ്റപത്രം പറയട്ടെ. അല്ല, അതിനപ്പുറത്തേക്ക് ഗോവിന്ദൻ മാസ്റ്റർ തന്നെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ പറയുന്നത് പോലെ പത്മകുമാർ ആണെങ്കിലും വാസു ആണെങ്കിലും കോടതി പോലും അവരെ ശിക്ഷ വിധിച്ചാലും CPM-ന്റെ പാർട്ടി കോടതിയിൽ അവർ വെറും കുറ്റാരോപിതർ മാത്രമാണ്. ആ പോയിന്റ്, നോട്ട് ദ പോയിന്റ്. CPM-ന് ഒരു പാർട്ടി കോടതിയുണ്ട്. അതെ, ആ പാർട്ടി കോടതി എന്തുകൊണ്ടെന്നറിയാമോ? അതായത് പത്മകുമാർ എന്ന് പറയുന്ന നേതാവ് അദ്ദേഹത്തിൻ്റെ പാർട്ടി അംഗത്വത്തിന് നിരക്കാത്ത രീതിയിൽ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള അദ്ദേഹത്തിനെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എടുത്തില്ല എന്ന് വീണ ജോർജ് എന്ന് പറയുന്ന പുതിയ കമ്മ്യൂണിസ്റ്റുകാരിയെ അവരെടുത്തു. വീണ ജോർജ് ഒരു പുതിയ കമ്മ്യൂണിസ്റ്റുകാരിയാണ്. ഇപ്പോഴത്തെ ഈ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ഏറ്റവും വലിയ പിഴവ് എവിടെയെന്നറിയാൻ സംഭവിച്ചിരിക്കുന്നത്, ഈ പാർട്ടിയിലേക്ക് ഒരിക്കൽ പോലും കടന്നു വരാൻ യോഗ്യതയില്ലാത്ത നിരവധി പേര് ഈ പാർട്ടിയിലുണ്ട്. അതിലൊരാളാണ് വീണ ജോർജ്, ഉദാഹരണം. അതുപോലെ അതെന്തുകൊണ്ടാണ് ഉണ്ടായെന്നറിയോ? ഇതെല്ലാം നമുക്ക് പറഞ്ഞു തരുന്ന പാർട്ടിയുമായി വളരെ അടുപ്പമുള്ള ഇടത് ചിന്തകരാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയോ അന്ന് മുതലാണ് ഈ പാർട്ടിയിൽ ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകൾ കടന്നുകൂടിയിട്ടുള്ളത്. അല്ല, അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഈ പറയുന്നത് പോലെ നല്ലൊരു സഖാവ് തന്നെയായിരുന്നു. നിങ്ങൾ പറയുന്നത് സംഘടനയെ കൊണ്ടുപോയി എന്നല്ലേ? സംഘടനയെ 15 കൊല്ലം കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ ഈ രീതിയിലല്ലേ സംഘടനയെ കൊണ്ടുപോയത്? അതിന് ഹർഷ, CPM എന്ന് പറയുന്ന പാർട്ടിയിൽ അംഗത്വം കിട്ടുന്നത് ചുമ്മയാണെന്നൊന്നും പറയാൻ കഴിയില്ല. അത് ഞാൻ ഈ പറയുന്ന ഇപ്പോഴത്തെ CPM-ന്റെ അല്ല, ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ക്ഷമിക്കുക, ഇപ്പോഴത്തെ പാർട്ടി അല്ല. ഒരാളെ പാർട്ടി അംഗത്വത്തിലേക്ക് കൊണ്ടുവരുന്നതിന് CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ചില നിബന്ധനകളുണ്ടായിരുന്നു. അതൊക്കെ ഇന്നേ പോയി. അപ്പോൾ ഈ പറയുന്ന പത്മകുമാർ വിമർശിച്ചു വീണ ജോർജിനെ എന്തിൽ പാർട്ടിയിൽ സംസ്ഥാന സമിതിയിലേക്ക് ക്ഷണിതാവാക്കി, ഞാനാര് ഇത്രയും കാലം വെള്ളം കോരിയിട്ട് എനിക്കൊന്നും കിട്ടിയില്ല. പൊട്ടിത്തെറിച്ചു പത്മകുമാർ അപ്പോൾ ഒരു സ്വയം ബിംബമായി ഈ പാർട്ടിയിൽ. ഇപ്പോൾ പിണറായി വിജയൻ ഒരു സ്വയം ബിംബമാണല്ലോ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ദൈവമാണല്ലോ, അദ്ദേഹം ദൈവമായിട്ടാണല്ലോ നടക്കുന്നത്. നിങ്ങൾ എഴുതി വെച്ചോ, ഇന്നല്ലെങ്കിൽ നാളെ ഈ ദൈവം ഒന്നുമല്ലാതായി മാറുന്നത് നിങ്ങൾ എഴുതി വെച്ചോ. അതെ, ഈ പറയുന്ന നമ്മൾ വിഷയത്തിലേക്ക് തന്നെ വരാം. വിഷയത്തിലേക്ക് തന്നെ വരാം. ഈ പത്മകുമാർ എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ച് കുറ്റപത്രത്തിൽ ഇനിയിപ്പോൾ അദ്ദേഹത്തിന് റിമാൻഡ് കാലാവധി നീട്ടിയല്ലോ, ഫൈനൽ കുറ്റപത്രം വന്നിട്ടില്ലല്ലോ. ഫൈനൽ കുറ്റപത്രം ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് വരും. അപ്പോഴത്തേക്കും ഗോവിന്ദൻ അല്ലെങ്കിൽ CPM, ഗോവിന്ദനൊന്നുമല്ല, ഗോവിന്ദൻ ഈ പാർട്ടി നിയമിച്ച ഒരു സെക്രട്ടറി മാത്രമാണ്, അദ്ദേഹം ഒന്നുമല്ല. അതിനേക്കാളൊക്കെ ഉപരിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് പാർട്ടിയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി. അതെ, കാരണം ഈ പറയുന്ന സംസ്ഥാന സെക്രട്ടറിക്കാണ് മുഖ്യമന്ത്രിയെ പോലും ഉപദേശിക്കാൻ പവറുള്ള ഒരു സംവിധാനം എന്ന് പറയുന്നത്. പക്ഷേ അതുപോലെ ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഞാൻ പറഞ്ഞുതരാം. അതായത് ഏത് പാർട്ടി ആയാലും, കോൺഗ്രസ് പാർട്ടി ആയിരുന്നാലും CPM ആയാലും ഭരണത്തിൽ ഇരിക്കുമ്പോൾ, കോൺഗ്രസ് ഭരണത്തിൽ ഇരിക്കുമ്പോൾ KPCCയുടെ പ്രസിഡന്റിനാണ് പവർ. പ്രസിഡന്റാണ് തീരുമാനിക്കുന്നത്. ഭരണം നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന പ്രസിഡന്റും കൂടി ഇടപെട്ടിട്ടേ ചെയ്യുള്ളൂ. ഇവിടെ AK സെന്ററിൽ സെക്രട്ടറി പോസ്റ്റിൽ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട ഗോവിന്ദന് ഈ ഭരണത്തിൽ യാതൊരു ഹാൻഡിലും ഇല്ല, ഒരു ഇതുമില്ല. അദ്ദേഹം നിങ്ങൾ ശ്രദ്ധിച്ചോ, പുതിയ ബിൽഡിങ്ങിന്റെ ഇനാഗുറേഷൻ, AK സെന്ററിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഇനാഗുറേഷൻ വന്നിരുന്നു. പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിക്ക് മൂലയിൽ 3-ാം നിലയിൽ ഒരു മുറിയാണ് കൊടുത്തിരിക്കുന്നത്. വെറും മൂലയിൽ ഒരു മുറിയാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എല്ലാം. സെക്രട്ടറി അദ്ദേഹം തന്നെ, മുഖ്യമന്ത്രി അദ്ദേഹം തന്നെ. ഒന്നുകൂടെ ഞാൻ പറഞ്ഞോട്ടെ, അദ്ദേഹത്തിൻ്റെ മകൾ ഒരു കമ്പനി തുടങ്ങി. അദ്ദേഹത്തിൻ്റെ മകള് ആ കമ്പനിയുടെ അഡ്രസ്സ് എവിടെയാണ് കൊടുത്തത്? AKG സെന്ററിന്റെ അഡ്രസ്സാണ് കൊടുത്തത് ആ തട്ടിപ്പ് കമ്പനിക്ക്. കേരളത്തിൽ ഏതാണ്ട് എത്രയെങ്കിലും ബ്രാഞ്ചും 6 ലക്ഷത്തിലധികം പാർട്ടി അംഗങ്ങളുണ്ട്.
ഈ പാർട്ടി അംഗങ്ങളിൽ ഏതെങ്കിലും ഒരു സഖാവിന്റെ മകന്റെയോ അല്ലെങ്കിൽ ആ സഖാവിന്റെയോ ഒരു ബിസിനസ് സ്ഥാപനത്തിന് AK സെന്ററിന്റെ അഡ്രസ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും. അപ്പൊ അത് ഇയാളുടെ കുടുംബ സ്വത്താണോ ഈ പാർട്ടിയുടെ AK സെന്റർ എന്ന് പറയുന്നത്? അതാണ് ഈ പാർട്ടി. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിൽ ഇതൊക്കെ വരുമ്പോൾ ഇതെല്ലാം സംഭവിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ പത്മകുമാർ കുറ്റക്കാരനാണ്. ഞാനോ നിങ്ങളോ അല്ലെങ്കിൽ സമൂഹമോ എന്തുകൊണ്ട് നിങ്ങൾ പത്മകുമാറിനെ ചെയ്തില്ല? അല്ല, പത്മകുമാറിനെ യഥാർത്ഥത്തിൽ പാർട്ടി തള്ളി പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോലും പാർട്ടിക്ക് പത്മകുമാറിനെ കൊണ്ട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാർട്ടി കൃത്യമായി പത്മകുമാർ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതിലെല്ലാത്തിനെയും പങ്ക് പാർട്ടി പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് വളരെ കറക്റ്റ് ആണ്. SNC ലാവ്ലിൻ കേസിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിൻ്റെതായ രീതിയിൽ അദ്ദേഹം പണം കൈപ്പറ്റിയോ ഇല്ലയോ സുപ്രീം കോടതിയിൽ കേസുണ്ട്. എന്തുകൊണ്ട് പാർട്ടി അദ്ദേഹത്തിന് അന്ന് കൈയൊഴിഞ്ഞില്ല? ബഹുമാനപ്പെട്ട VS അച്യുതാനന്ദൻ പറഞ്ഞല്ലോ തെറ്റുകാരനാണ് പിന്നെ പിണറായി വിജയൻ എന്ന്. അന്ന് പാർട്ടി എന്തുകൊണ്ട് VSനെ തള്ളി? പാർട്ടിക്ക് കൂടെ പിണറായി വിജയൻ ഗുണമുണ്ടാക്കി. അതുകൊണ്ടാണ് പാർട്ടി അദ്ദേഹത്തെ തള്ളാത്തത്. അപ്പൊ ഇവിടെ പത്മകുമാറിന്റെ കാര്യത്തിലും പാർട്ടിയിൽ അദ്ദേഹം കാണേണ്ട രീതിയിൽ പാർട്ടിയെ കണ്ടിട്ടുണ്ടാകും. അപ്പൊ കുറ്റപത്രം വരുമ്പോൾ കുറ്റപത്രം വന്നു, കുറ്റപത്രത്തിലൂടെ തെറ്റ് തെളിയിക്കപ്പെട്ടു, അതുകൊണ്ട് അതാ പുറത്താക്കുന്നു. അപ്പോ പത്മകുമാർ പോലും ഒരുപക്ഷെ സസ്പെൻഷനിൽ മാത്രം ഒതുക്കാനുള്ള സാധ്യതകളാണ് കൂടുതൽ. ഇല്ല, പുറത്താക്കും, പൂർണ്ണമായും പുറത്താക്കും. അപ്പൊ പത്മകുമാർ ചോദിക്കും എന്തുകൊണ്ട് എന്നെ പുറത്താക്കി? അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും ഇപ്പൊ നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്നപ്പോൾ കോൺഗ്രസ് പാർട്ടി ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു. പിന്നീട് പരാതികൾ വന്നപ്പോൾ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് കോൺഗ്രസിന്റെ കാര്യം. ഇനി കുഞ്ഞികൃഷ്ണന്റെ കാര്യം നമുക്കറിയാം. പയ്യന്നൂരിൽ ഇങ്ങനെ ഒരു പുസ്തകം എഴുതുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ഭയം കൊണ്ട് ഈ പറയുന്നത് പോലെ CPM കുഞ്ഞികൃഷ്ണനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്രയും വലിയ കേസുകൾ നടന്നു. 130 ദിവസങ്ങളായിട്ട് ഈ പറയുന്ന പത്മകുമാർ ജയിലിൽ തന്നെയാണ്. എന്നിട്ടും എന്തുകൊണ്ട് ഇത്രയും ദിവസമായിട്ടും പാർട്ടി തീരുമാനങ്ങളൊന്നും എടുക്കുന്നില്ല എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. പക്ഷെ അതൊരു ചോദ്യം തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ട് പത്മകുമാറിനെ പുറത്താക്കുന്നില്ല, എന്തുകൊണ്ട് കുഞ്ഞികൃഷ്ണനെ പുറത്താക്കി എന്നുള്ളത്. ഈ CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് TP ചന്ദ്രശേഖരന്റെ കേസ് അറിയോ? TP ചന്ദ്രശേഖരൻ പാർട്ടിയെ വെല്ലുവിളിയെന്ന് അങ്ങനെ ഒരുപാട് ഈ പാർട്ടിക്കെതിരെ നടത്താൻ കഴിയില്ല. ഈ പാർട്ടിയുടെ സംഘടനാ തത്വം എന്ന് പറയുന്നത് അങ്ങനെയാണ്, കുലംകുത്തിയാണ്. നിങ്ങൾ ഈ പറയുന്ന കുലംകുത്തി എന്ന വാക്ക് മലയാള ഭാഷാ നിഘണ്ടുവിൽ നേരത്തെ കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇനി ഇങ്ങനെയുള്ള മലയാള ഭാഷാ നിഘണ്ടുവില്ലാത്ത പല പേരുകളും നമ്മൾ കേൾക്കേണ്ടി വരും. അപ്പൊ പത്മകുമാറിനെ സംബന്ധിച്ച് പത്മകുമാർ ഇപ്പോഴും പാർട്ടിയുടെ സംരക്ഷണയിൽ നിൽക്കുന്നത്, പത്മകുമാർ പാർട്ടിക്കെതിരെ ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. അതെ, ഒരുപക്ഷെ പാർട്ടി എന്തെങ്കിലും ഒരു തീരുമാനം എടുത്താൽ പത്മകുമാർ സത്യങ്ങൾ പറയില്ല. പത്മകുമാറിന് ഭയമുണ്ട്. ഇനി ഒരു ഇന്നോവ കാർ പത്മകുമാറിന്റെ മുമ്പിലേക്ക് വന്ന് നിൽക്കില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? മാഷാ അള്ളാ എന്നല്ലേ ആ കാറിൽ എഴുതിയിരുന്നേ. പേടിയുണ്ട് പത്മകുമാറിന്. അതുകൊണ്ട് ഇനി ഈ 21ാം നൂറ്റാണ്ടിലായാലും അങ്ങോട്ടുള്ള നൂറ്റാണ്ടിലായാലും നമ്മുടെ കുട്ടികൾ വളർന്ന് വലുതായി ഇനി നൂറ്റാണ്ട് കഴിഞ്ഞു പോയാൽ ഈ വരട്ട് തത്വവാദം അടങ്ങുന്ന ഈ പാർട്ടി ഉണ്ട് എന്നുണ്ടെങ്കിൽ പേടിക്കണം. കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന സഖാവിനെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞു, ആ KK രാഗേഷ് മുഴുവൻ പീണിക്ക് ചോറ്റിപ്പൊതിച്ച് സംസാരിച്ച് നിങ്ങൾ കേട്ടല്ലോ. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഞങ്ങൾ വെട്ടുന്നത് നിങ്ങളെ അറിയിക്കേണ്ട കാര്യമില്ല അല്ലേ? ആ വെട്ടുമേനി ഒരു കുഞ്ഞികൃഷ്ണൻ വിളിച്ചു പറഞ്ഞല്ലോ, ഗതികേട് കൊണ്ട് വിളിച്ചു പറഞ്ഞതാണ്. കേരളത്തിലെ 6 ലക്ഷം പാർട്ടി അംഗങ്ങൾക്കിടയിൽ ഒരു കുഞ്ഞികൃഷ്ണനെങ്കിലും പറഞ്ഞല്ലോ എന്നാണ് പാർട്ടിയിലെ മറ്റംഗങ്ങൾ ആശ്വസിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒന്ന് മാത്രം നമുക്ക് പറയാം, പത്മകുമാറിനെ CPM ഇപ്പോഴും ഭയക്കുന്നു. പത്മകുമാർ ചിലത് വിളിച്ചു പറയും. അത് വിളിച്ചു പറയാതിരിക്കാനുള്ള ഒരു പ്രതിരോധം മാത്രമാണ് ഇപ്പോഴും അദ്ദേഹത്തെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത്. പത്മകുമാർ പൊട്ടിക്കരയുകയാണ്, എന്നെ പുറത്തേക്ക് ഇറക്കൂ എന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് പറയുകയാണ്. ഒരു വലിയ മുതലാളിയാണ് അദ്ദേഹം, ഭൂസ്വത്തുകാരനാണ്. ശബരിമലയുടെ എല്ലാ മുക്കും മൂലയും എന്താണ് ശബരിമല എന്നറിയാവുന്ന ഒരു വ്യക്തിയാണ് പത്മകുമാർ, നിസ്സാരക്കാരനല്ല. അപ്പോൾ ഏതായാലും CPM എന്ന് പറയുന്ന പാർട്ടി ഇങ്ങനെയൊക്കെയാണ്. അത് നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം പറഞ്ഞു, അപ്പോൾ ബഹുമാനപ്പെട്ട ഗോവിന്ദൻ വേണമെങ്കിൽ തിരിച്ചു പറയും, അത് കോൺഗ്രസ്, ഇത് വരട്ടു തത്വവാദങ്ങളുടെ CPM.